ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് മോഷൻ ഇൻ പ്ലെയിനിന്റെ അടുത്ത സെഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു മോഷനാണ്, ദാറ്റ് ഈസ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ എന്താണ് പ്രൊജക്ടൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ എടുത്തിട്ട് നമ്മൾ എയറിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ മോഷൻ മൊത്തത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അങ്ങനെ വരുന്ന മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുക. ഇവിടെ എയറിന്റെ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, പിന്നെ എർത്ത് റൊട്ടേറ്റ് ചെയ്യാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അവിടെ ആ ബോഡിയുടെ മോഷൻ നിയന്ത്രിച്ചിരിക്കുന്നത് ഗ്രാവിറ്റി മാത്രമാണ് എന്ന ഒരു കോൺസെപ്റ്റിലാണ് പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എന്താണ് പ്രൊജക്ടൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്: ഇഫ് an object is thrown in air, okay, with some initial velocity at some angle with the horizontal and then allowed to move under the gravity, the object moves in a curved path. Such type of motion is called projectile motion. അപ്പം ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താന്ന് വെച്ചാൽ, ഈ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ മോഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ഒരു ബോഡി അല്ലെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ആ എറിഞ്ഞ ഒബ്ജക്റ്റ് ഒരു പ്രൊജക്ടൈൽ ആകണമെങ്കിലുള്ള സം അസംഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, അതിന്റെ എൻറ്റയർ മോഷനിൽ ആരായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്? ജി ആയിരിക്കും. എയറിന്റെ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റൊട്ടേഷൻ ഓഫ് എർത്ത് ആൻഡ് കർവേച്ചർ ഓഫ് എർത്ത്, ഓക്കെ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നെഗ്ലിജിബിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ? പ്രൊജക്ടൈൽസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രൊജക്ടൈൽസിന്റെ കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം കുറെ വേരിയബിൾസ് ഇത് മെഷർ ചെയ്യാനുണ്ട്. അതിൽ ഒരു വേരിയബിൾ എന്താ നമുക്ക് നോക്കാം. ഇപ്പം ഒരു പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ മോഷനാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ടു 2 ഡയമെൻഷണൽ മോഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കണ്ടീഷൻ ഒന്ന് ഇങ്ങനെ വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മോഷനെ നമ്മളൊന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ദിസ് ഇസ് ദ വൈ ആക്സിസ്. അപ്പൊ ഈ കാണുന്ന പ്ലെയിനിൽ ഒരു സം ആംഗിളില് ഞാൻ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവാണ് ഇത് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? സം ആംഗിളില് പ്രൊജക്ട് ചെയ്തു. സോ ദിസ് ഇസ് ദ പ്രൊജക്ഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ദിസ് ഇസ് മാർക്ക്ഡ് ആസ് തീറ്റ. ഇതിന് ഞാനൊരു വെലോസിറ്റി യു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു കൊടുത്തിട്ട് തീറ്റ ആംഗിളില് നമ്മളൊരു പ്ലെയിനിലേക്ക് എറിഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് അതിന്റെ ട്രാജക്ടറി ഈ രീതിയിൽ എന്ത് ചെയ്യും? ഉണ്ടാക്കിയെടുക്കും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ പ്രൊജക്ടൈലിന്റെ കേസിൽ ഈ ഒരു പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്താൽ ഇവിടെ അതിന് ഒരു വെലോസിറ്റി അലോങ് ദി എക്സ് ഡയറക്ഷനും ഉണ്ട്, ഒരു വെലോസിറ്റി അലോങ് ദി വൈ ഡയറക്ഷനും ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സം ഡിസ്റ്റൻസ് അയാൾ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചിരിക്കുന്നത്? പ്രൊജക്ടൈൽ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് അലോങ് ദി എക്സ് ഡയറക്ഷൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ് അലോങ് ദി വൈ ഡയറക്ഷൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ സം ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ കൈനമാറ്റിക്സ് പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അതുപോലെ തന്നെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം? ഹാഫ് എ ടി സ്ക്വയർ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ ഇവിടത്തെ മാറ്റം എന്താന്ന് വെച്ചാൽ വി വൈ ഇസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ഇൻറ്റു ടി. വെലോസിറ്റി അലോങ് ദി എക്സ് ഡയറക്ഷനിൽ. അതുപോലെ തന്നെ വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ഇൻറ്റു ടി. അപ്പൊ നമ്മൾ സാധാരണ ഒരു 1 ഡയമെൻഷണൽ മോഷനിൽ ഈ ഇക്വേഷൻ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം? ഒരു കോമ്പോണന്റ് വൈ ഡയറക്ഷനിലും ഉണ്ടാവും, ഒരു കോമ്പോണന്റ് എക്സ് ഡയറക്ഷനിലും ഉണ്ടാവും. അതുപോലെ തന്നെ
ഹൈറ്റ് പറയുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് ആകുന്ന സിറ്റുവേഷനിൽ ദാറ്റ് ഇസ് യു വൈ ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ ഇൻറ്റു ടി സ്ക്വയർ. ഇനി ഹോറിസോണ്ടൽ ആണെങ്കിൽ നമ്മൾ ആർ ഇസ് ഈക്വൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ഇനി വി സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു യു വൈ സ്ക്വയർ പ്ലസ് 2AH AYH. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ എക്സ് ഈക്വൽ ടു യു സ്ക്വയർ എക്സ് പ്ലസ് 2AX ഇൻറ്റു ആർ. അപ്പം ഇത് ഏത് കേസാന്ന് ചോദിച്ചാൽ വെർട്ടിക്കൽ കേസാണ്. അതായത് വെർട്ടിക്കൽ മോഷൻ പറയുമ്പോഴാണ് നമ്മൾ ഇത് കണ്ടീഷൻ ഉപയോഗിക്കുക. ഇത് ഏത് കേസാണ്? ഹോറിസോണ്ടൽ കണ്ടീഷൻ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഇനി ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡയറക്ഷനിലെ എ എന്ന് പറയുന്നത് പ്ലസ് ഓർ എന്താണ് പ്ലസ് ജി ഓർ മൈനസ് ജി എന്ന് എടുക്കും. ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിപ്പോ എ വൈ ആണെങ്കിൽ എ എക്സ് ഇവിടെ എത്രയാണ്? 0 ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഈ കാണുന്ന മോഷനില് ഹോറിസോണ്ടൽ മോഷൻ എന്ത് മോഷനാണ്? ഇത് യൂണിഫോം മോഷൻ ആണ്. എന്ന് പറഞ്ഞാല് നിങ്ങൾ എറിയുന്ന വെലോസിറ്റിയുടെ ഹോറിസോണ്ടൽ കോമ്പോണന്റിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ. എന്നാൽ എന്താണ് ഇത്? ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ ഡീസിലറേറ്റഡ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് ഓർ ഡീസിലറേറ്റഡ് മോഷൻ ആയിരിക്കും. അപ്പം ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് അതിനൊരു എക്സ് ഡയറക്ഷൻ ഓഫ് മോഷനും ഉണ്ട്, ഒരു വൈ ഡയറക്ഷൻ ഓഫ് മോഷനും ഉണ്ട്. ഇതിൽ വൈ ഡയറക്ഷൻ ഓഫ് മോഷൻ മാത്രമാണ് ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ ഡീസിലറേറ്റഡ് മോഷനായിട്ട് മാറുന്നത്. എക്സ് ഡയറക്ഷനിലെ മോഷൻ എന്താണ്? യൂണിഫോം മോഷനാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മൾ എറിയുന്ന ഒരു മൊമെന്റിലെ യുവിന് 2 കോമ്പോണൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ വി വൈ എന്ന് പറയുന്ന വെലോസിറ്റി മേലോട്ടുള്ള വെലോസിറ്റിയാണ്. അപ്പൊ ഇത് മേലേക്ക് പോകും തോറും എർത്ത് ആ ഗ്രാവിറ്റി അതിന്റെ താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വെലോസിറ്റി കുറയുന്നുണ്ട്. എന്നാൽ ഇങ്ങോട്ട് എറിയുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള വെലോസിറ്റി കുറയാൻ കാരണമായത് എയറിന്റെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് കുറയും. അതിവിടെ നെഗ്ലിജിബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിന് കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ ആ വെലോസിറ്റി കുറയാൻ കാരണമാകുന്ന ഒരു ഫോഴ്സും നമ്മൾ ആ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒബ്സർവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും എന്താവുന്നില്ല? ഒരു ആക്സലറേറ്റഡ് മോഷൻ ആകുന്നില്ല. അതൊരു യൂണിഫോം മോഷൻ ആവും. അവിടെ ആക്സലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വരുമ്പം പ്രൊജക്ടൈൽ മോഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്വേർഡ് മോഷൻ ആണെങ്കിൽ നമുക്ക് ഇതേ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതാം. വി വൈ ഇസ് ഈക്വൽ ടു യു വൈ മൈനസ് ജി ടി. ഓക്കെ, അതുപോലെ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു യു വൈ ടി മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. ഈ മൈനസ് എവിടുന്ന് വന്നു എന്ന് വെച്ചാല് ഇപ്പം നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ആക്കി എടുക്കുന്നത്. എങ്കിൽ ജി എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? ജി ഈ കാണുന്ന എന്താണ് റീജിയൻ എങ്ങോട്ടാണ്? താഴോട്ടാണ് നമുക്ക് ആക്ട് ചെയ്തിരിക്കുന്നത് ജി. അപ്പോ ജി താഴോട്ടാണ്. ഈ ഒബ്ജക്റ്റിനെ ഞാൻ എറിഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? മേലോട്ടുമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ബൈ കൺവെൻഷൻ നമ്മൾ മേലോട്ട് പോസിറ്റീവ് എന്ന് എടുക്കുവാണെങ്കിൽ താഴോട്ട് നമ്മൾ എന്താക്കി? നെഗറ്റീവ് എന്ന ലോജിക്കിൽ എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ജി മൈനസ് ആക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ വി സ്ക്വയർ എന്താണ്? വൈ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ വൈ മൈനസ് 2GH. ഓക്കെ, ഇത് അപ്വേർഡ് മോഷനിലാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നതെങ്കിൽ, ഇത് ഡൗൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്ന ചോദിച്ചാൽ ഇതാ വി വൈ ഇസ് ഈക്വൽ ടു യു വൈ പ്ലസ് ജി ടി. അതുപോലെ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം? ഹാഫ് ജി ടി സ്ക്വയർ. അതുപോലെ തന്നെ വി സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ വൈ പ്ലസ് 2GH. അപ്പൊ അതൊരു കൺവെൻഷണൽ പാർട്ടാണ്. കാരണം ഈ ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ വേരിയബിൾസും നമ്മൾ ഡിറൈവ് ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി
ഹോറിസോണ്ടൽ മോഷൻ ഞാൻ എന്താ പറഞ്ഞത്, അത് യൂണിഫോം ആണെന്ന് പറഞ്ഞു. ഹോറിസോണ്ടൽ മോഷൻ. അപ്പൊ ഹോറിസോണ്ടൽ മോഷൻ യൂണിഫോം ആന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ഇൻറ്റു ടി എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഫോർമുല അല്ലെ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. 0 ഇൻറ്റു ടി. അങ്ങനെയാണെങ്കിൽ വി എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ കിട്ടുക, യു എക്സ് എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് ഈ കാണുന്ന വി എക്സ് എന്ന് പറയുന്ന വെലോസിറ്റി ആഫ്റ്റർ സം ടൈംസ് ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും, യു എക്സ് തന്നെയായിരിക്കും. അത് നിങ്ങൾ ആദ്യം എറിഞ്ഞ വെലോസിറ്റി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഹോറിസോണ്ടൽ മോഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആ വെലോസിറ്റിയിൽ മാറ്റം വരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇതൊന്നും നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും നമുക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്ന് അനലൈസ് ചെയ്യാം. മോഷൻ അലോങ് ദി ഹോറിസോണ്ടൽ ഡയറക്ഷൻ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാവുന്നത്, ദിസ് ഈസ് ദ കണ്ടീഷൻ, ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. അവിടെ എ എക്സ് എത്രയാണ്, 0 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഇക്വേഷനിൽ ഞാൻ നേരത്തെ ഡിറൈവ് ചെയ്ത് കാണിച്ചു എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം, എക്സ് 0 ഇട്ട് കൊടുത്താൽ ഹോറിസോണ്ടൽ മോഷന്റെ കണ്ടീഷൻസ് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിന്റെ വെർട്ടിക്കൽ കണ്ടീഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യുക. സോ ദിസ് ഈസ് ദ മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ കോമ്പോണന്റ് യു സൈൻ തീറ്റയാണ്. എ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ജി ടി ആണ്. ഇത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്വേർഡ് മോഷനിലാണെങ്കിൽ മൈനസ് ജി ടിയും ഡൗൺവേർഡ് ആണെങ്കിൽ പ്ലസ് ജി ടിയും ആണ്. അങ്ങനെയാണ് വി വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, യു വൈ മൈനസ് ജി ടി എന്ന് കിട്ടും. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി എന്ന് പറയുന്നതാണ്. നമ്മുടെ ഈ പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിറൈവ് ചെയ്യാൻ നമുക്ക് ആദ്യം പ്രൊജക്ടൈൽ മോഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് ദ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ വൈ ആക്സിസ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു പ്രൊജക്ടൈലിനെ അസ്യൂം ചെയ്യാം. ദിസ് ഈസ് ദ projectile which is projected at some angle theta from the horizontal, and so this is the trajectory of the projectile. Okay, this is the trajectory of the projectile, and here this is your initial velocity given, so this will be theta. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ തീറ്റ പ്രകാരം ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഹോറിസോണ്ടൽ കോമ്പോണന്റ് യു കോസ് തീറ്റയാണ്. അതേ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കോമ്പോണന്റ് യു സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാത്തിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ മോഷൻ അനലൈസ് ചെയ്യാം. ഹൊറിസോണ്ടൽ മോഷൻ അനലൈസ് ചെയ്യുമ്പം along the horizontal direction, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ പോണെന്ന് നോക്കുക. അപ്പൊ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ കാണുന്ന പ്രൊജക്ടൈൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാണുന്ന പ്രൊജക്ടൈല് എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ആ കാണുന്ന ഡയറക്ഷനിൽ പ്രൊജക്ടൈൽ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതിന്റെ പേരാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനിൽ എച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് വൈ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് കൊടുക്കുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാണുന്ന പോയിന്റ് ടി സമം 0 ആണ്. ഈ കാണുന്ന പോയിന്റ് ടി സമം ടി ആണ്. അപ്പൊ ഈ പോയിന്റ് നിന്ന് എറിഞ്ഞൊരു ഒബ്ജക്റ്റ് ഇവിടുന്ന് പറന്ന് അവിടെ വന്ന് വീണു എന്ന് പറഞ്ഞാൽ അതിനെടുത്തിരിക്കുന്ന മൊത്തം ടൈമാണ് ക്യാപിറ്റൽ ടി എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമുക്കറിയാം വി എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ഇൻറ്റു ടി ആണ് അല്ലെ.
ഇതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ വി എക്സ് ഈക്വൽ ടു എത്രയായിരിക്കും? നമുക്ക് യു എക്സ് ആയിരിക്കും. എങ്കിൽ നമ്മൾ പഠിച്ച എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ ഇങ്ങനെ എഴുതാൻ നമുക്ക് ഡി ബൈ വെലോസിറ്റി എന്ന് കൊടുക്കാം. ഈ ഡി എന്ന് പറഞ്ഞ എക്സ് ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുത്തേക്കാം? യു കോസ് തീറ്റ. കാരണം വി എക്സ് എപ്പോഴും എത്ര തന്നെയായിരിക്കും? യു എക്സ് തന്നെയായിരിക്കുമല്ലോ, മാറ്റം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ടൈമിന്റെ കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ടൈം ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ ടൈം. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, വെർട്ടിക്കൽ മോഷൻ എന്ത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷൻ ആണല്ലോ അല്ലെ? അതിന്റെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, y is equal to uyt പ്ലസ് ഹാഫ് ഇൻറ്റു ay ഇൻറ്റു ടി സ്ക്വയർ എന്നിട്ട് കൊടുത്തേക്കാം. ഇതില് യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചു എക്സ് ബൈ എന്താണ്? യു കോസ് തീറ്റ പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈക്ക് പകരം മൈനസ് ജി എന്ന് കൊടുക്കാം, ടിക്ക് പകരം എക്സ് ബൈ യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്നതിനകത്തുനിന്ന് ഈ ടേമുകളെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. യു വെട്ടിക്കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ നമുക്ക് എന്ത് കൊടുക്കാം? കോസ് തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ബ്രാക്കറ്റില് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റയെ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ y എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. എന്താ കിട്ടിയത്? എക്സ് ടാൻ തീറ്റ മൈനസ് ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ കാണുന്നതിന്റെ ഇക്വേഷനകത്തുള്ള വാരിയബിളിന്റെ ഹയസ്റ്റ് ഓർഡർ 2 ആണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ നമുക്കറിയാം അത്തരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന്റെ എല്ലാം ട്രാജക്ടറി പാരബോള ആയിരിക്കും. ഇനി അതിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണല്ലോ. ഓക്കെ, അങ്ങനെ വരുമ്പം നമുക്ക് പറയാം ഇവിടെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണ്. ഡിഗ്രി ഓഫ് ദി ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണ്, സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് ഷേപ്പ് എത്രയായിരിക്കും? ഇൻവേർട്ടഡ് പാരബോള ആയിരിക്കും. ഇൻവേർട്ടഡ് പാരബോള. അപ്പൊ ഇൻവേർട്ടഡ് പാരബോള ആകുന്നത് ഏത് ലോജിക്കിലാന്ന് ചോദിച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നതിന്? ഇൻവേർട്ടഡ് പാരബോള എന്ന് നമ്മൾ വിളിക്കുന്ന ലോജിക്ക്. അപ്പൊ നമുക്ക് കിട്ടി ഒരു എന്താണ്? ട്രാജക്ടറി ഇക്വേഷൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ കൊടുക്കാൻ അറിയാം. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി. ഇവിടെ നമുക്ക് ഇതിന് ഒന്നും കൂടി ഞാൻ ഷോർട്ട് ആക്കി തരാം നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന്. ഇവിടെ ഞാൻ എക്സ് ടാൻ തീറ്റയെ പിടിച്ച് കോമൺ ആക്കി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സ് ടാൻ തീറ്റ പുറത്തോട്ട് പോന്നാൽ ഇവിടെ 1 ഉണ്ടാകും. ഈ കാണുന്ന ഇക്വേഷനിൽ ജി ബൈ 2u സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. കാരണം അവിടെ ടാൻ തീറ്റ കോമൺ അല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അതിനെ പിടിച്ച് പുറത്തേക്ക് ഇടുമ്പം ആ ടാൻ തീറ്റ അവിടെ ചേർത്ത് കൊടുക്കണം, ഡിനോമിനേറ്ററിൽ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പഴയ രൂപത്തിലേക്ക് അത് എത്തുള്ളൂ. അവിടെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ്
ജി ബൈ ഈ ടാൻ തീറ്റയെ വീണ്ടും സൈൻ ബൈ കോസ് എന്ന് എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും? ആ സൈൻ ബൈ കോസ് കോസ് ഒരു കോസ് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഇത്രയേ ഉണ്ടാവുള്ളൂ, 2u² കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എക്സ്. മനസ്സിലായല്ലോ? ടാൻ തീറ്റയെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതിയിട്ട് കോസ് തീറ്റ അങ്ങ് വെട്ടിക്കളയും. അപ്പൊ ഒരു സ്ക്വയർ കളഞ്ഞു പോവും, ബാക്കി അവിടെ സൈൻ തീറ്റ ഉണ്ടാവും. ഇങ്ങനെ കിട്ടും. ഇനി ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ എന്താണ്? 2 തീറ്റയാണ് കേട്ടോ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞത് സൈൻ 2 തീറ്റയാണ്. അപ്പൊ ഈ കാണുന്ന ഇക്വേഷൻ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും, എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് ജി ബൈ, ഓക്കെ, ഈ കാണുന്ന 2 സൈൻ തീറ്റയുടെ എന്ത് ചെയ്യാം? സൈൻ 2 തീറ്റ u² സൈൻ 2 തീറ്റ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ കാണുന്ന ഇക്വേഷനെയാണ് ഞാൻ റീറൈറ്റ് ചെയ്യുന്നത്. എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ജി ബൈ u² എന്താണ്? ടേമിന് ഞാൻ 1/r എന്ന് എഴുതും. r സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? റേഞ്ച് ആണ്, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ എക്സ് ഈക്വൽ ടു ആർ എന്ന് എഴുതുന്നതുകൊണ്ട് അവിടെ മേലെ എക്സിന് ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചേക്കരുത്. കാരണം എക്സ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, അത് റേഞ്ച് ആകുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ഇക്വേഷനും എന്തായിട്ട് ഉപയോഗിക്കാം? ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി ആയിട്ട് ഉപയോഗിക്കാം. അത് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് ഫോമിൽ നിന്നും നമ്മൾ എന്താക്കിയെടുത്താണ്? സോൾവ് ചെയ്തെടുത്തതാണ് ഇക്വേഷൻ. അപ്പൊ ഇതാണ് ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇൻവേർട്ടഡ് പാരബോളയാണ്. പാരബോളയല്ല, ഇൻവേർട്ടഡ് പാരബോളയാണ്. കാരണം കോഎഫിഷ്യന്റ് ഓഫ് x² നെഗറ്റീവ് ആണ് കേട്ടോ. അടുത്തത് വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ ഇൻ സ്പേസ്. അതായത് ഒരു പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി ഇൻ സ്പേസിൽ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ്. ഇപ്പം ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ആക്സിസ്. ദിസ് ഈസ് ദ ട്രാജക്ടറി ഓഫ് പ്രൊജക്ടൈൽ. ഈ പ്രൊജക്ടൈലിന്റെ ഈ ഡയറക്ഷനിലെ വെലോസിറ്റിയെ ഞാൻ vx എന്ന് എഴുതും, ഈ ഡയറക്ഷനിലെ വെലോസിറ്റി ഞാൻ എന്ത് ചെയ്യും? vy എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ ഇൻ സ്പേസ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് v. ഈ കാണുന്ന v കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? വെക്ടർ അഡീഷന്റെ നിയമം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം v is equal to റൂട്ട് ഓഫ് എന്തായിരിക്കും? v² x പ്ലസ് എന്തായിരിക്കും? v² y ആയിരിക്കും. ഇനി vx എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ux, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? u cos theta. Okay, so that's your vx. vy എന്തായിരിക്കും ചോദിച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു u sin theta മൈനസ് gt. Okay, so you can substitute this value instead of vx and vy to get the velocity of projectile in space.